ഞങ്ങൾ കുറച്ചുപേരും കൂടെ പുറത്തോട്ടൊന്ന് പോകാൻ വിചാരിച്ചു. അങ്ങനെ മോർണിംഗ് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ബസ്സൊക്കെ കയറി അങ്ങനെ നേരെ ഈസ്റ്റോട്ടെത്തി. ഈസ്റ്റോട്ടൊക്കെ എത്തിയപ്പോൾ തന്നെയും കാത്ത് ദിപ്പിച്ചേച്ചി നിൽക്കുന്നു. ഇനി രണ്ടുപേരും കൂടെ വരാറുണ്ട്. ഇനി അവരെയും കാത്ത് നിൽക്കലാണ് അടുത്ത പരിപാടി. അപ്പൊ അതിന്റെ ഇടയിൽ കുപ്പികളൊക്കെ കണ്ടപ്പോ വെറുതെ അതൊക്കെ നോക്കി ചുമ്മാ നിന്നിട്ട് വാങ്ങിച്ചിട്ടൊന്നുമില്ല. സമയം പോണല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ നന്ദന വന്നു. ഇനി ഒരു നന്ദനയും കൂടെ വരാറുണ്ട്. അവളാണെങ്കിൽ വിളിച്ചിട്ടും എടുക്കണില്ല, ഇങ്ങോട്ട് തിരിച്ച് വിളിക്കണമില്ല. അങ്ങനെ അവളെയും കാത്ത് 1/2 മണിക്കൂർ അവിടെ നിന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അവളും എത്തി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോ നേരെ കനകകുന്നി 4 പേര് നേരെ കനകകുന്നി പോവാന്നും പറഞ്ഞിട്ടാണ് അവിടുന്ന് വണ്ടി എടുത്തത്. പക്ഷെ കൂടെ വന്ന 2 ടീംസ് നേരെ മ്യൂസിയത്തിലോട്ട് പോയി. എന്തിനാ പോയെന്നൊന്നും അറിയത്തില്ല. നേരെ മ്യൂസിയത്തിൽ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ ചെന്ന്. പിന്നെ ഞങ്ങള് കനകകുന്നി എത്തി ഫോൺ വിളിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയണത് മ്യൂസിയത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ വണ്ടിയൊക്കെ എടുത്ത് തിരിച്ച് വരുന്നതാണ് തയ്ക്കുക. പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയൊക്കെ പോയി പാർക്ക് ചെയ്ത് അങ്ങനെ വഴിയൊക്കെ തെറ്റി പോയവരെയും കൊണ്ട് ഞങ്ങൾ കനകകുന്നിൽ എത്തിയിട്ടുണ്ട്. വെള്ളം കുടിച്ചപ്പോ സ്പ്രേ ബാക്കിയത്ത് പോയി. അനധികൃതമായി എവിടെയെങ്കിലും കേറിയ വിസിലടിക്കും. മരത്തിലൊക്കെ അനുകൃതമായല്ല, അനധികൃതമായി. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഒരു മര്യാദയ്ക്കുള്ള മുടീനെ ഇങ്ങനെ ആക്കിയ ഫ്ലാഷ് ബാക്ക് ഞാൻ പറഞ്ഞുതരാം. മര്യാദയ്ക്കുള്ള മുടീനെ മങ്കിക്കെട്ട് വെട്ടാൻ വേണ്ടിയിട്ട് എടുത്ത് ഫ്രണ്ടിലത്തെ മുടീനെ കുരുക്കിയിട്ടപ്പോഴത്തേനും ആ മുടി അങ്ങ് കുരുങ്ങി. പിന്നെ ചീപ്പ് അതിൽ നിന്ന് വരാത്തോണ്ട് ആ മുടിയോട് അങ്ങ് വെട്ടിക്കളാം. അവസാനം ഇപ്പൊ ഇങ്ങനെയായി. ഇവിടെ വെച്ച് വെട്ടിക്കള. ഞങ്ങളിങ്ങനെ പുറത്തോട്ട് പോവാന്നും പറഞ്ഞിട്ട് ഒരുപാട് നാളായി. അതുപോലെ പ്ലാനിങ്ങിനാണെങ്കിൽ ഒരു കുറവുമില്ല. പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിടവും നടക്കുന്നില്ല. അവസാനം കറങ്ങി മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പ്ലാനിങ്ങിന് ശേഷം 4 മാസമായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് കനകകുന്നി വന്ന് ഈച്ച അടിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ എന്താ കനകകുന്നിൽ ഈച്ച അടിച്ച് ഇതാ ഇവിടെ നിൽക്കണം. എന്തൊരു ചെയ്യണമെന്ന് പറഞ്ഞൂടാ ഇവിടെ നിൽക്കിനി. ഇനി ഒരു 2 മണിയാകുമ്പോ തിന്നാൻ. അത് മാത്രമേ മനസ്സിൽ രാവിലെ തൊട്ട് കാണണമല്ലോ. പിന്നെ കുറച്ച് റീൽസ് പിടിക്കണം, മന്തി തിന്നണം, റീൽസ് എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ എടുത്ത പോലെ തന്നെ കുറെ റീൽസ് തപ്പാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. 1 മണിക്കൂറും 25 മിനിറ്റും കൂടെ 25 മിനിറ്റുമായി. ഇതുവരെ അത് തീർന്നിട്ടില്ല. സ്ഥലം മാറി വേറെ സ്ഥലത്തോട്ട് പോവുകയാണ്. അവിടെ നിന്ന് മടുത്ത് വയസ്സായ സ്ത്രീ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. രണ്ടാമത്തത് ഇവിടെ ഇരിക്കുകയാണ്. അവര് കളിച്ചാ കൊള്ളാം, നമ്മള് കളിച്ചാ അമ്മച്ചി. ഔട്ട്ഫിറ്റ് ഒന്നും ഇങ്ങോട്ട് ചേരണില്ലല്ലേ? നൈറ്റ് ഇവൾ ഇട്ടത് പിങ്ക് കണ്ട. ഞാനാണേ ഇത് നീ, ഇത് ഞാൻ, ഇത് ആ വൈറ്റ് ഞാൻ. എടുക്കുന്ന പരിപാടി നടക്കും. അതിൻ്റെ അകത്ത് കയറിക്കൂടാ. എന്തോ അവിടെ വയ്ക്കാം. പക്ഷെ ഈ പുല്ലിൻ്റെ അകത്തും കയറിക്കൂടാ. പിന്നെ അവിടെ തന്നെ പോകണം. ഇതാണ് കനകക്കുന്ന്. ഇത് കനകക്കുന്ന് പാലസാ. ഇതെന്താണ്? അതല്ല പാലസ്. എന്തടി എനിക്ക് നല്ല കനകക്കുന്ന് സന്ദർശനം. ഇവിടെ മൊത്തം പഠിക്കണ്. ഇവിടെ വെയിലാണല്ലോ മൊത്തം. അവിടെ തന്നെ നിന്നാ മതി. നീ അല്ലേ പറഞ്ഞു ഇവിടെ വന്നെന്തോ ചെയ്യാൻ? അതിൻ്റെ അകത്ത് ഇനി പഠിക്കണം ഞാൻ കണ്ട. അയ്യോ ഇവിടെ അട്ടി ഗ്യാസ്. അവിടെ സദാചാരമാണ്, അവിടെ വഴക്ക്. അവിടെ സദാചാരമായിരുന്നു. അങ്ങനെ കുറച്ച് വഴക്കുകൾ ഓക്കെ. അങ്ങനെ നമ്മൾ വീണ്ടും കനകക്കുന്ന് ഇറങ്ങി വീണ്ടും കുടയൊക്കെ വെച്ച് നമ്മളെ കൊണ്ടാവൂല മനസ്സിലായി. ഇതാ വീണ്ടും നമ്മൾ നടക്കുകയാണ്. ഇവള് ഏത് വേറെ വഴക്കുണ്ടാക്കി മാമന്റെ പിറകെ പോണുണ്ട് ഇവള്. നമ്മളോട് വന്നു പക്ഷെ വഴക്കുണ്ടാക്കി മാമന്റെ പിറകെ പോവായിരുന്നു ഇവള്. നമ്മൾ വീണ്ടും വീഡിയോ എടുക്കാൻ ഡാൻസ് കളിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും വന്നു. പക്ഷെ നമ്മൾ കളിക്കാൻ തുടങ്ങിയില്ല. കളിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ ഒരുത്തിക്ക് സ്റ്റെപ്പ് മാറ്റണം. മറ്റേതൊക്കെ അങ്ങ് കളിച്ച് മരത്തും കണക്കിനാണ് നമ്മളൊക്കെ കൊണ്ട് സ്റ്റെപ്പ് മാറ്റാൻ നിൽക്കുന്നത്. നമുക്ക് ഐശ്വര്യ ഉച്ചി നിൽക്കണോണ്ട് ഇവിടുത്തെ വാർഡൻ പറഞ്ഞ് നമ്മളിട്ട് ഇവിടുന്ന് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. ഞങ്ങളിതാ ഇവിടുന്ന് ഇനി അടുത്ത് പോവുകയാണ്. എല്ലാം പോവാ. ഈ അടുത്ത് എന്തെങ്കിലും കുടിക്കണം, കഴിക്കണം. നമ്മളെ നേരത്തെ അവർ പിടിച്ചത് എങ്ങനെയാണെന്ന് അറിയാവോ?
നേരത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് നമ്മളടുത്ത് ഇവിടുന്ന് വീഡിയോ എടുക്കലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അവിടെ ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറയിലൂടെ നമ്മൾ അവർ കാണുമായിരുന്നു. പക്ഷെ എന്നിട്ട് നമ്മളത് അറിഞ്ഞില്ല. നമ്മളത് അറിഞ്ഞില്ല. എന്നിട്ട് ആ വാർഡൻ പോയപ്പോൾ നമ്മൾ വീണ്ടും അവിടെ നിന്ന് വീഡിയോ എടുത്തു. വാർഡൻ പോയപ്പോൾ നമ്മൾ വീഡിയോ എടുത്തു. പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറ മൂട്ടിൽ നിന്നാണ് നമ്മൾ കളിച്ചുകൊണ്ട്. ഇത് പകരുന്ന അസുഖമാണ് കേട്ടോ. മരത്തിന്റെ സഹായത്തോടെ ഒരു സെൽഫി എടുത്തിട്ട് അങ്ങനെ മന്തി കഴിക്കാൻ പോവുകയാണ്. തിരക്കായിരിക്കും, പിന്നെ നല്ല തിരക്കായിരിക്കും. കുഴപ്പമില്ല. വിശക്കണം എനിക്ക്. ഓവറാണെന്ന് ചിരി. അങ്ങനെ സീരിയസ് കാര്യത്തിൽ കടന്ന് ചിരിക്കുമോ? പക്ഷെ എനിക്ക് വേറൊന്നും കൊണ്ടെന്നല്ല. മരണ വീട്ടിൽ പോയാലും ചിരിക്കോ? എങ്കിൽ നിനക്ക് ഭ്രാന്താണ്. അങ്ങനെ ചിരിക്കില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എനിക്ക് ചിരി. പക്ഷെ വേറൊന്നും മനസ്സിലില്ല. ചിരി വരള്. എനിക്ക് അതാണ് പ്രശ്നം. അതൊരു പ്രശ്നമാണ്. അങ്ങനെ കനകക്കുഞ്ഞിന് നേരെ ഇറങ്ങി ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ പോയത് ബാർബിക്യൂലാണ്. ഞങ്ങൾ മന്തി കഴിക്കണമെന്നും പറഞ്ഞ് തന്നെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് പിന്നെ വേറെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. മന്തി തന്നെ ഓർഡർ ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങളൊരു ജ്യൂസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജ്യൂസിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നു. ഇത് കഴിഞ്ഞിട്ടും ആ ബുക്കും വായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത മന്തിയൊക്കെ കൊണ്ടുവന്നു. മന്തി കൊണ്ടുവന്നപ്പോൾ 3 തവണ റൈസൊക്കെ വാങ്ങി വന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ കഴിച്ചു തുടങ്ങിയത്. കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ചത്തു. ഞാൻ കരുതി എനിക്ക് മാത്രമായിരിക്കും ഇങ്ങനെ ഒരു അസുഖമുള്ളത്. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ബോധം കാണത്തില്ല. പ്രത്യേകിച്ച് മന്തി കഴിച്ചാൽ ആവശ്യത്തിന് കഴിക്കണമല്ലേ, ഇങ്ങനെയൊക്കെ പറ്റും. അതൊരു പോയിന്റാണ്. ഒരു 10 രൂപ എന്താ? ഞാൻ 1 രൂപ ഇടും. നന്ദന 10 രൂപ. ഒരു 10 രൂപ ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ആഹാരമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ സൂപ്പർ. ബില്ലും സൂപ്പർ. അങ്ങനെയൊക്കെ ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങളിത് ഇറങ്ങി. സത്യം പറഞ്ഞാൽ കഴിച്ച് കഴിച്ച് ഞങ്ങൾക്ക് വയ്യ. എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതിയെന്ന്. അങ്ങനെ പിന്നെ നേരെ എൻ്റെ കോളേജിലോട്ട് പോയി. നമ്മളിപ്പോൾ ഊഞ്ഞാലാടാൻ പോവുകയാണ്. ഊഞ്ഞാലാടാൻ ഒരാൾക്ക് ഊഞ്ഞാലാടിക്കോളാൻ വയ്യ. നമ്മൾ വീട്ടിൽ പോകുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇറങ്ങി. കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്നാൽ ഞങ്ങൾ പിന്നെ കുളിച്ച് പോകേണ്ടി വരും. കാര്യം മഴയൊക്കെ പെയ്യാറായി. പിന്നെ അവിടെ നിന്ന് നേരെ ഞാൻ ബസ് കയറി വീട്ടിലോട്ട് പോകും. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.